Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നാണ് നമ്മളൊന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. എന്ത് ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ജസ്റ്റ് ഒബ്സർവ്. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ and the message for you. So ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം, ഓർ ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം. ചോയ്സസ് ഒക്കെ, നിങ്ങളുടെ ചോയ്സസ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യുന്ന കാര്യം ഒക്കെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം, എന്ത് ചൂസ് ചെയ്യണം, എന്ത് കണക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക, ഒരുപാട് റഷ് ചെയ്യാതിരിക്കുക, നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണോ ബെനിഫിറ്റ്സ് ഉള്ളത്, നിങ്ങൾക്ക് എന്താണോ ഹെൽത്തി ആയിട്ടുള്ളത്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സാക്രൽ എനർജി ആൻഡ് പേഷ്യൻസ്. ഓൾറൈറ്റ്, നിങ്ങൾ ഇമോഷൻസിന്റെ മേലെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എനർജി കുറച്ചുകൂടി നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ അറ്റാച്ച്മെന്റ്, നിങ്ങൾ എന്തിലേക്കാണോ ആരിലേക്കാണോ അട്രാക്റ്റഡ് ആവുന്നത്, എന്താണോ നിങ്ങളെ ഒരുപാട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, അവർ എന്താണോ നിങ്ങൾക്ക് ഒരുപാട് തിരക്ക് പിടിച്ചിട്ടൊരു ഡിസിഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യത്തിലൂടെ നിങ്ങൾക്ക് വലിയൊരു ക്രേവ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയം കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് അട്രാക്ഷന്റെ പേരിലോ, നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷൻ തോന്നുന്നതിന്റെ പേരിലോ, ഒരുപാട് ഇഷ്ടം തോന്നുന്നതിന്റെ പേരിലോ, ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നതിന്റെ പേരിലോ നിങ്ങൾ എടുത്തു ചാടിയിട്ട് ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കാതിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ എന്തിനാണ് അട്രാക്റ്റഡ് ആവുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്ന സമയത്തും, അത് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് മാത്രമല്ല, എന്ത് ചൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കത് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, കാരണം ഈ ഒരു സമയത്ത് ചില ആളുകൾ നിങ്ങൾ ഒരുപാട് റഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ എന്ത് പ്രോസസ്സിലാണോ, എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അവിടെ ആക്ച്വലി ടൈം വേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മേ ബി വിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് കൺഫ്യൂഷനിൽ നിർത്തുന്നത്, എന്താണോ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നത്, അത് റൈറ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് ആയിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, ക്ഷമയോട് കൂടിയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മേ ബി സക്സസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഒരുപാട് ഇഷ്ടത്തിന്റെ പേരിൽ, ഒരുപാട് അഡിക്ഷന്റെ പേരിൽ നിങ്ങൾ ചില കാര്യങ്ങൾ സ്പോയിൽ ചെയ്യാതിരിക്കാം, എടുത്തു ചാടിയിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ക്ഷമയായിട്ടിരിക്കുക, കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾ കണക്ട് ചെയ്യാൻ ഈ ഒരു സമയത്ത് കഷ്ടപ്പെടുന്നത്, അത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്തു വരും, നാച്ചുറലി അത് ഗ്രോ ചെയ്തു വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നന്നായിട്ട് ആലോചിക്കുക എന്നുള്ളതാണ്, നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത്. ഇന്നത്തോടുകൂടി, ഈ ഒരു നിമിഷത്തോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തോടുകൂടി ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഓൾറൈറ്റ്, സോ മുന്നോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് അത് നാച്ചുറലി ഓർഗാനിക്കലി ഗ്രോ ചെയ്യുന്നതാണ്, അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഷ്യൻസ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒരുപാട് റഷ് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത് നല്ലതാണ്. ചില ആളുകൾക്ക് അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഡിസിഷൻ, കമ്മിറ്റ്മെന്റ്. ചില ആളുകൾ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് കമ്മിറ്റ്മെന്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവർ ചില ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ കഴിവുകളെ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യാതിരിക്കുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു ടൈമാണ് നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഒരു ടാസ്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് സെൽഫായിട്ട് ഡൗട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അത് പറ്റുമോ, നിങ്ങളത് ഡിസേർവ് ആണോ, നിങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും.
ഓൾറൈറ്റ്. സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരു കംപ്ലീഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പീക്ക് ലെവലിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ട് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അവരെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ ഇങ്ങനെ ഒരുപാട് റഷ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരിക്കണം. ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത്രയൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്രയൊരു എഫേർട്ട് കൊടുക്കാതിരിക്കുക. അധികമായാൽ അമൃതവും വിഷമാണെന്ന് പറയുന്നത് പോലെയാണ്. ഓക്കെ, സോ ചിലത് വലിയൊരു അറ്റൻഷൻ കൊടുക്കാതിരിക്കുന്നതും നല്ലതാണ്. ഓക്കെ, സോ നിങ്ങൾക്കും അത് ഹേർട്ട് ആവില്ല. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ ഒരു ഫ്യൂച്ചർ കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പാനിക് ആയിട്ട് ഒരുപാട് ധൃതി കാണിച്ച് അബദ്ധങ്ങളിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് പ്രഷർ, നിങ്ങളൊരു കറന്റ് എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ, ഒരുപാട് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വാല്യൂ അറിയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കഴിവ് അറിയുന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു പവർ എന്താന്നുള്ളത്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താന്നുള്ളത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് ഒരു ക്ലോസിലേക്ക് വന്നിട്ടുള്ളത്, എന്താണോ എൻഡ് ആയിന്ന് തോന്നുന്നത്, എന്താണോ എൻഡ് ആക്കിയിട്ടുള്ളത്, എന്താണോ എൻഡ് ആയിന്ന് തോന്നുന്നത്, അത് ഡെഫിനറ്റ്ലി അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേജിൽ വീണ്ടും ഗ്രോ ചെയ്ത് വരും, വീണ്ടും അതിന്റെ ഒരു റൈറ്റ് ഫോമിലേക്ക് വരും. അത് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിലത് നാച്ചുറലി ഗ്രോ ചെയ്യുന്നുണ്ട്. അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസി സിറ്റുവേഷൻ ആയിരിക്കാം, ബർത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്, നിങ്ങളുടെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില റിലേഷൻഷിപ്പിന്റെ ഒരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു റീബർത്ത്, ഒരു പുതിയൊരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. സോ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എൻഡ് ആക്കാൻ പോവാണ്, എൻഡ് ആവാണ്, ഇതോടുകൂടി കഴിയാണെന്ന് തോന്നുന്നത്, നോ, ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ്. ഓൾറൈറ്റ്. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, എസ്പെഷ്യലി ലൈക്ക് നിങ്ങളുടെ ഒരു ഫിസിക്കൽ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്, ഇന്റിമസി, ഫിസിക്കൽ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് വരുന്ന സമയത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ ചിലത് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടായിരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്. നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉള്ളൊരു കഴിവുകളും അല്ലെങ്കിൽ ബ്ലെസ്സിങ്ങും കൺസിഡറേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ ലാക്ക് ആയിട്ട് തോന്നുന്നത് അതിലായിരിക്കാം നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാതിരിക്കാം. ഈവൻ എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നല്ല രീതിയിലും സംഭവിക്കുന്നുണ്ട്. ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ദാറ്റ്സ് എ വേ യു ക്രിയേറ്റ് ദ ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്. Alright, so അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.